കാന്തവും സോളിനോയിഡും തമ്മിൽ ഒരു ആപേക്ഷിക ചലനമുണ്ടാകുമ്പോൾ സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നു. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നതിന്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വൈദ്യുത കാന്തിക പ്രേരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. കാന്തിക മണ്ഡല രേഖകൾക്ക് ലംബമായാണ് ചാലകം ചലിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന പ്രേരിത വൈദ്യുതി പരമാവധി ആയിരിക്കും. ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം. കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിക്കുന്ന ഒരു ചാലകം സങ്കല്പിക്കുക. വലത് കൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി നിർത്തുക. ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിന്റെ ചലന ദിശയിലും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ സൂചിപ്പിക്കുന്നു. തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി അഥവാ DC ഡയറക്ട് കറന്റ്. ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തിധാര വൈദ്യുതി ഓൾട്ടർനേറ്റിംഗ് കറന്റ് AC. വൈദ്യുത കാന്തിക പ്രേരണം പ്രയോജനപ്പെടുത്തി യാന്ത്രിക ഊർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഓരോ അർദ്ധഭ്രമണത്തിലും വൈദ്യുതിയുടെ പ്രവാഹദിശ മാറുകയും വൈദ്യുതിയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്ന തരത്തിലുള്ള വൈദ്യുതിയാണ് പ്രത്യാവർത്തിധാര വൈദ്യുതി. ഇത്തരത്തിലുള്ള ജനറേറ്റർ AC ജനറേറ്റർ എന്നറിയപ്പെടുന്നു. AC ജനറേറ്ററിന്റെ അർമേച്ചർ ആദ്യ അർദ്ധഭ്രമണത്തിൽ ഒരു ദിശയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രേരിത വൈദ്യുതിയും അടുത്ത അർദ്ധഭ്രമണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിപരീത ദിശയിലുള്ള പ്രേരിത വൈദ്യുതിയും ചേർന്ന് ACയുടെ ഒരു പരിവൃത്തി സൈക്കിൾ ലഭിക്കും. ACയുടെ ഒരു സെക്കൻഡിലെ പരിവൃത്തികളുടെ സൈക്കിളുകളുടെ എണ്ണമാണ് ACയുടെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി.